ഹായ് ഗേസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് ഗോവയിലെ ബൈന ബീച്ചിലാട്ടാണ്. അതായത് വാസ്കോഡ ഗാമ എന്ന അറിയപ്പെടുന്ന സ്ഥലത്തുള്ള ഒരു ബൈന ബീച്ച് എന്ന് പേരുള്ള ഒരു ബീച്ചിലാട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐലൻഡ് കാണുന്നതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഷാർപ്പ് കൂടിയ ഭാഗമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, അയ്യോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ നോക്കി നല്ല വെയിലാണ്. ഇപ്പോൾ സമയം ഉച്ചക്കാട്ടാ. ഇവിടെ സർപ്രൈസിങ് ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഐലൻഡ് കണ്ടാ. ഗേസ് ഐലൻഡ് അതിമനോഹരമായ കാഴ്ച. എന്ത് രസം അറിയാം. നമ്മൾ മറ്റു സ്ഥലത്ത് ഗോവയിൽ നിന്ന് ഇങ്ങനെ എവിടെ കൈയോടെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പാലുണ്ട്, അങ്ങനെ വന്ന് ഇങ്ങോട്ടെത്താൻ കുറച്ച് കറങ്ങണം. പിന്നെ ഇങ്ങനെതാ ക്യാമറമാൻ ഫാസിൽ. ഞാനുള്ളത് ബൈന ഐലൻഡിലാട്ടാ. ബൈന ഐലൻഡിന്റെ അതിമനോഹരമായ കാഴ്ച. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ഐലൻഡുകൾ കാണാം. ബൈന എന്ന സ്ഥലത്താണ്. അപ്പോൾ 2 ഐലൻഡ് കാണാം. അതായത് ഗോവനെ പ്രത്യേക എന്താ പറയുക, വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് സംഭവം. ഇവിടുത്തെ അത്രയും മനോഹരമായ കാഴ്ചകളാണ്. നീല കടൽ, നീല ആകാശം. ഓ എന്ത് ഭംഗിയാണ്. വെള്ളമൊക്കെ എന്താ തണുപ്പെന്ന് അറിയാം. വെള്ളമൊക്കെ നല്ല തണുപ്പാട്ടാ. അപ്പോൾ നമ്മളെ യാത്രൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നമ്മൾ ഗോവ വിട്ട് പോവാണ്. ഇനി ഇവിടെ ഗോവയിലില്ല. ഇന്നത്തെ ഗോവയിൽ ലാസ്റ്റ് 1 മണിക്കൂറുകളാണ് ഇവിടെ ഉള്ളത്. വാസ്കോഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാം. മറ്റാൾ കുളിക്കാൻ ഇറങ്ങിയതാണ്. ഫോട്ടോ എടുക്കലാണ്. നല്ല അടിയൊഴിക്കുന്നില്ലേ? അതൊക്കെയല്ലേ നമ്മളെ 2 ടീം അതാണ് ഓടി കളിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ഇവിടെ ഏകദേശം ഗോവനോട് നമ്മൾ വിട പറയാണ്ട് കേട്ടോ. അപ്പം ബൈന ബീച്ചിലുള്ളത്. ബൈന ബീച്ചിൻ്റെ അതിമനോഹരമായ കാഴ്ച. ബൈന ബീച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ 2-3 ഐലൻഡ് ഉണ്ട്. അതൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച നല്ല വെയിലാട്ടാണ്. ടൂറിസ്റ്റുകളൊന്നുമില്ല. ഞാൻ ഇന്നലെ പോയ ബീച്ചിൽ പറഞ്ഞാൽ അത്യാവശ്യം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കുറച്ചിങ്ങനെ നടക്കാം. അപ്പം ഇനിയിപ്പോൾ ഏകദേശം നമ്മളിവിടെ വിടുകയാണ്. ഗോവ വിടുക. ഞാൻ അടുത്ത് നമ്മളെ യാത്ര മഹാരാഷ്ട്രയിൽ കേട്ടോ. മഹാരാഷ്ട്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം എങ്ങോട്ടാ പോകണമെന്നുള്ളത്. തൽക്കാലം നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഭയങ്കര ഭംഗിയായിട്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നമായി തന്നെയാണ്. സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം ഭംഗിയുണ്ട്. പിന്നെ നല്ല തിരണ്ട്. ഇപ്പോൾ കുളിക്കാൻ ഇറങ്ങുന്ന സെറ്റപ്പിൻ്റെ ട്രൗസറൊക്കെ ഇട്ട് ഇറങ്ങിയത്, പക്ഷേ സമ്മതിച്ചില്ല. അവിടെ റെഡ് കൊടി പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് അവരോട് പറഞ്ഞത്. റെഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ റെഡ് കൊടി പൊന്തിച്ചാൽ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് അവർ തന്ന ഇൻഫർമേഷൻ. ഞാൻ എന്നും പറയണം, നമ്മളൊരു മിഷൻ്റെ പുറത്ത് വന്നതാട്ടോ. ഗോവയിൽ ഏകദേശം 3 ദിവസത്തോളം നിന്ന് ഗോവൻ്റെ പ്രധാന കേന്ദ്രമായ മഡ്ഗോവയിലാണ് നമ്മൾ വന്നിറങ്ങിയത്. അപ്പോൾ മഡ്ഗോവയിൽ പറഞ്ഞാൽ മാർക്കറ്റും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രിയിലും കുറച്ച് സമയം നമ്മളെ ബീച്ചിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ബീച്ചും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നല്ല അടിപൊളി മനോഹരമായ ബീച്ച്. അവിടെ അത്യാവശ്യം ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു വാസ്കോഡ ഗാമയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു
ഈ ബീച്ചിന്റെ പേര് പിന്നെ എപ്പോഴും മറക്കാണ്, പെട്ടെന്ന് ഓർമ്മയില്ല. അതിന് ബൈന ബീച്ചിന് അവര് പറഞ്ഞു ഇവിടെ അടുത്തുള്ള ഇറങ്ങാൻ പറ്റിയ ബീച്ച് ബൈന ബീച്ചാണ്. ഇവിടെ വന്നപ്പം എന്താ അറിയില്ല, അങ്ങനെ ഇവന്റെ ഒരു പുതിയൊരു കഥ പറഞ്ഞിട്ടാ. വാസ്കോഡ് ബൈനാക്കോറിലാണ് ഈ സ്ഥലം ഈ സ്ഥലം കണ്ടു തരുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ് ഇവിടെ ബൈന എന്ന് പേരിട്ടിരുന്നത്. ഈ ബൈന ബീച്ചില് പിന്നെ കാണാൻ പറ്റിയ കാഴ്ചകൾ പറഞ്ഞാല് നേരെ നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഐലൻഡ്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫുള്ള് പച്ചപ്പ്. കടല് പറഞ്ഞാല് ഈ മണലുള്ള ഏരിയ കുറച്ച് കുറവാട്ടാ. പൊരിയൊക്കെ കഴിച്ചിട്ട് അപ്പൊ പറഞ്ഞു ഇനി ഞങ്ങളെ യാത്രയാണ് മഹാരാഷ്ട്രയാണ്. അപ്പൊ മഹാരാഷ്ട്രയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. പിന്നത്തെ ഓരോ വീഡിയോയിൽ എവിടെയൊക്കെ പോകണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു തരാം. അല്ല ഏറ്റവും നല്ലത് യാത്രന്റെ ഗതി അങ്ങനെയാണ് നിശ്ചയിക്കുന്നത്. അപ്പോ വിജയിക്കട്ടെ. സംഭവം ടേസ്റ്റ് ഉണ്ടോ പറഞ്ഞാൽ നീല കടൽ, നീല ആകാശം, നല്ല മനോഹരമായ ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇന്ന് വന്നപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. റെഡ് കൊടിയാണ് കാണിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വിട്ടു പോവട്ടോ. ഇനി ഏത് കാലത്താണ് ഇങ്ങോട്ട് വരികയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു മിഷൻ, ഒരു ടാസ്കിന്റെ ഭാഗമായി വന്ന് ഇവിടെ എത്തിയതാണ്. നമ്മുടെ കൂട്ടത്തില് ഇന്ന് റിയാദ് ഫാസിലുണ്ട്, സുഹൈലുണ്ട്. എവിടെ ചെന്നാൽ ഐസ്ക്രീം വാങ്ങുക, തിന്നുക, ഈ ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? മഹാരാഷ്ട്രക്ക് പോണ വഴിക്ക് കണ്ടോ കാഴ്ച. മഹാരാഷ്ട്രക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടാ. അപ്പോൾ നമ്മളിവിടെ എത്തണം. ഈ രണ്ടെണ്ണം ഉണ്ടല്ലേ അത് അതിലുണ്ട്.
കൊടുത്തോട്ടാ.